എന്നും രാഷ്ട്രീയ ചരിത്രത്തിൽ വേറിട്ട് നിൽക്കുന്ന മണ്ഡലമാണ് കാസർഗോഡ് ജില്ലയിലെ മഞ്ചേശ്വരം. വോർക്കാടി, മീഞ്ച, മഞ്ചേശ്വരം, പൈവളികെ, മംഗൽപാടി, കുമ്പള, പുത്തികെ, എൻമകജെ എന്നീ പഞ്ചായത്തുകൾ ചേരുന്നതാണ് മഞ്ചേശ്വരം നിയമസഭാ മണ്ഡലം. പച്ചക്കോട്ടകളാണ് കാസർകോട്ടെ മണ്ഡലങ്ങൾ. മഞ്ചേശ്വരം ആദ്യകാലത്തും പിന്നീട് 2006-ലും ചുവന്നെങ്കിലും അതിനുശേഷം ഇടതുമുന്നണിക്ക് പിടികൊടുത്തിട്ടില്ല. മുസ്ലിം ലീഗിന് സ്വാധീനമുള്ള മണ്ഡലമാണിത്. കർണാടകയുമായി അതിർത്തി പങ്കിടുന്ന ഭാഷാന്യൂനപക്ഷ വോട്ടർമാർക്ക് നിർണായക സ്വാധീനമുള്ള പ്രദേശങ്ങളാണിവിടം. എന്നാൽ അധികം വികസനമൊന്നും വന്നിട്ടില്ല താനും. ഇരു സംസ്ഥാനങ്ങളിലെയും രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക വിഷയങ്ങൾ ഇവിടെയും ചർച്ചയാകാറുണ്ട്. കേരളത്തിന്റെ വടക്കേയറ്റത്തുള്ള മണ്ഡലമാണെങ്കിലും ആത്മീയവും സാഹിത്യപരവുമായ ഭൂപടത്തിൽ മഞ്ചേശ്വരത്തിന് തനതായ സ്ഥാനമുണ്ട്. 1957-ൽ ഐക്യകേരള രൂപീകരണത്തിന് ശേഷമുള്ള ആദ്യ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തന്നെ മഞ്ചേശ്വരം ചരിത്രത്തിന്റെ ഭാഗമായി. അന്ന് മഞ്ചേശ്വരം മണ്ഡലത്തിൽ നിന്നും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച എം ഉമേഷ് റാവു കേരള നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് എതിരില്ലാതെയാണ്. പിന്നീട് 1960 മുതൽ 67 വരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മഹാബല ഭണ്ഡാരിയാണ് മണ്ഡലത്തെ പ്രതിനിധീകരിച്ചത്. 87 മുതൽ 2001 വരെ ലീഗിലെ ചെർക്കളം അബ്ദുള്ളയായിരുന്നു മഞ്ചേശ്വരത്ത് ജയിച്ചു കയറിയത്. 2006-ൽ LDFന്റെ കുഞ്ഞമ്പു വിജയിച്ചെങ്കിലും 2011-ൽ ലീഗിന്റെ PB അബ്ദുള്ള റസാഖാണ് മണ്ഡലത്തെ പ്രതിനിധീകരിച്ചത്. 2016-ൽ മഞ്ചേശ്വരമാണ് ശരിക്കും കേരളത്തിൽ ചർച്ചയായ മണ്ഡലം. UDFലെ PB അബ്ദുൾ റസാഖും NDAയിലെ K സുരേന്ദ്രനും തമ്മിൽ നടന്നത് ചരിത്രത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ പോരാട്ടമായിരുന്നു. കേരളം 89 വോട്ടുകൾക്കാണ് അബ്ദുൾ റസാഖ് അന്ന് വിജയിച്ചത്. 2019-ൽ PB അബ്ദുൾ റസാഖിന്റെ നിര്യാണത്തെ തുടർന്ന് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ UDF തങ്ങളുടെ വോട്ട് വിഹിതം 44.5% ഉയർത്തി. 2021-ൽ പോരാട്ടം വീണ്ടും കടുത്തു. UDFന്റെ AK-യും അഷറഫും BJPയുടെ K സുരേന്ദ്രനും തമ്മിലുള്ള വ്യത്യാസം വെറും 745 വോട്ടുകളായി കുറഞ്ഞു. തീരദേശ മണ്ഡലമാണ് മഞ്ചേശ്വരം. ചികിത്സ, വിദ്യാഭ്യാസം, ഗ്രാമീണ റോഡുകൾ തുടങ്ങി ഒട്ടേറെ മേഖലകളിൽ ഇനിയും വികസനമേറെ എത്താനുണ്ട്. എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ ഏറെക്കാലത്തെ ആവശ്യമാണ് എല്ലാ സൗകര്യവുമുള്ള സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി. അതുപോലെ തീരദേശ ഹൈവേയുടെ പൂർത്തീകരണം തുടങ്ങി നിരവധി പദ്ധതികൾക്കായി കാത്തിരിക്കുകയാണ് ഇവിടുത്തെ വോട്ടർമാർ. ഇത്തവണയും സിറ്റിംഗ് MLA ആയ AK-യും അഷ്റഫിനെ തന്നെയാണ് UDF സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നത്. LDFന്റെ സ്ഥാനാർത്ഥി KR ജയാനന്ദയും വിജയത്തിൽ കുറഞ്ഞതൊന്നും പ്രതീക്ഷിക്കുന്നില്ല. NDA സ്ഥാനാർത്ഥി K സുരേന്ദ്രനാണെങ്കിൽ അത് അഭിമാന പോരാട്ടമാണ്. കപ്പിനും ചുണ്ടിനുമിടയിൽ നഷ്ടമായ വിജയം ഇത്തവണ സ്വന്തമാക്കുമെന്നാണ് K സുരേന്ദ്രന്റെ ഉറപ്പ്.